പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും ഈ സന്ദേശം കേൾക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എപ്പോഴും പിതാവായ ദൈവത്തിന് കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് എന്തിനാണ്? മറ്റ് സുവിശേഷ പ്രവർത്തകരെല്ലാം പറയുമ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ പിതാവായ ദൈവത്തിനും കർത്താവ് യേശുക്രിസ്തുവിനും മഹത്വം കയറ്റിക്കൊണ്ടാണ് ഇവിടെ സന്ദേശം പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നിടത്തെല്ലാം ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ അറിയാം, പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരും ഉണ്ടാക്കിട്ടെ എന്ന് പറഞ്ഞാണ് അവരുടെ സന്ദേശങ്ങൾ അഥവാ ലേഖനങ്ങൾ ഒക്കെ ആരംഭിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സംഭവവും ബൈബിളിലില്ല. അതൊരു തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല, യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് പിതാവായ ദൈവത്തോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനുമാണ് കൂട്ടായ്മ. ഞങ്ങളോടുകൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും കൂട്ടായ്മയിലേക്ക് നിങ്ങളും ചേർന്ന് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിതാവിനെയും പുത്രനെയും എല്ലായ്പ്പോഴും ഏറ്റു പറഞ്ഞുകൊണ്ടാണ് പ്രബോധനവും പ്രസംഗവും ഇതെല്ലാം ആരംഭിക്കുന്നത്. പിതാവിനെ കൂടാതെയും പുത്രനെ കൂടാതെയും രണ്ടുപേരും ഒരുമിച്ച് ചേരാത്ത ഒരു പ്രവൃത്തി നടക്കുന്നില്ല. അതുകൊണ്ട് പിതാവായ ദൈവം മാത്രം മതിയെന്നോ പുത്രനായ യേശു മാത്രം മതിയെന്നോ ആരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും അത് ആ പ്രബോധനം പൂർണ്ണമാവുകയില്ല. പിതാവായ ദൈവം എല്ലായ്പ്പോഴും സകലത്തിനും കാരണബോധനും എല്ലാ കാര്യത്തിലും യേശു ക്രിസ്തു മുഖാന്തരവുമാണ്. യേശു ക്രിസ്തുവിനെ കൂടാതെ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പിതാവായ ദൈവം ആകാശവും ഭൂമിയും സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പായി തൻ്റെ പുത്രനായി യേശു ക്രിസ്തുവിനെ ദൈവവചനം എന്ന് പേരുള്ള യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചു. ആ യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചതിന് ശേഷമാണ് സകല സൃഷ്ടികളും ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനെ കൂടാതെ യാതൊന്നും പിതാവ് സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ യേശു എപ്പോഴും നമുക്ക് രക്ഷിതാവും കർത്താവുമാണ്. ദൈവത്തിനും മനുഷ്യനും മധ്യേ ഏക മധ്യസ്ഥൻ യേശുവാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി വെച്ചു കൊടുത്ത കർത്താവായ ക്രിസ്തു യേശു തന്നെ. തിമോഥെയോസിന്റെ ലേഖനം 1 തിമോഥെയോസ് 2:5 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. അപ്പോൾ രക്ഷിതാവാണ്, കർത്താവാണ്, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നവനാണ്, സകല കാര്യത്തിലും മനുഷ്യനായി നമ്മോട് സദൃശനായവനാണ്. ആ യേശുക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ആർക്കും പിതാവിൻ്റെ സന്നിധി ചെല്ലാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗസ്ഥ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, ദൈവവുമായി ഐക്യപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും യേശുക്രിസ്തു ആകുന്ന വാതിലൂടെ അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നില്ല. ഏക സത്യദൈവമായ അത്യുന്നതനായ സർവശക്തനായ സർവവ്യാപിയായ യഹോവയായ പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള ഏക വഴി യേശുവാണ്. അതിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തെ മറികടന്ന് പോകുന്ന ഒരുത്തർക്കും ദൈവം ഇല്ല എന്ന് ദൈവം തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആലോചനകളും ഇതെല്ലാം കേട്ടാണ് നമ്മൾ യേശുക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടാണ് സ്വർഗപിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് യേശുവിനോടുള്ള ബന്ധത്തിന് ചേർന്ന് പോകാൻ പറ്റുള്ളൂ.
പക്ഷേ യേശുക്രിസ്തുവിനെ ആരെങ്കിലും അത്യുന്നതനായ ദൈവമാക്കാൻ നോക്കിയാൽ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു നാമം ബൈബിളിലോട്ട് ഇല്ലതായി. അതിന് നമുക്ക് ബൈബിളിലുള്ളത് വിശ്വസിച്ചാൽ മതിയല്ലോ. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ എപ്പോഴും ബൈബിൾ പറയുമ്പോൾ ബൈബിളിലെ വാക്യങ്ങളും അധ്യായം എല്ലാം കറക്റ്റാണ് വരുന്നത്. നമുക്ക് തെറ്റ് വരരുതല്ലോ. നാളെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയി, ഇങ്ങനെയായിരുന്നു പറയേണ്ടതെന്നൊരു വാക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ല. ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ട് എന്ന് വരികിലും, ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഉണ്ട് എന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണബോധനും. നാം എല്ലാവരും ആ പിതാവായ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതല്ലോ. വീണ്ടും അടുത്ത വാക്യം പറയുന്നതാണ്, അപ്പൊ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. രണ്ടാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു എന്ന ഒരു രക്ഷിതാവും നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന കർത്താവ് യേശുക്രിസ്തു എന്ന രക്ഷിതാവും നമുക്കുണ്ട്. യേശുക്രിസ്തു കർത്താവാണ്, രക്ഷിതാവാണ്, പാപത്തിൽ നമ്മളെ വിമോചിപ്പിക്കാൻ വന്നവനാണ്. എന്നിട്ട് പറയാണ്, അവൻ സകലത്തിനും മുഖാന്തിരം ആകുന്നു. നാം എല്ലാവരും അവൻ മുഖാന്തരവും ആകുന്നു. എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. നാം എല്ലാവരും യേശുക്രിസ്തു മുഖാന്തരമാണ് ലോകത്തിൽ ജനിച്ചത് എന്ന് വരെ കൃത്യമായി എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, ഈ അറിവ് എല്ലാവർക്കും ഇല്ല. എന്ത് ചെയ്യാം? ഈ അറിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഈ സത്യം മറച്ചു വെച്ചിട്ട് ഇതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അതിന് നമ്മൾ യേശുക്രിസ്തു മുഖാന്തരമാണ് ഉണ്ടായത്. ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി നമുക്ക് പഠിക്കുവാനുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം സംസാരിക്കുന്നത് പിതാവായ ഏക ദൈവവും അവിടുത്തെ സൃഷ്ടിയുടെ ആരംഭമായ ദൈവത്തിനായ യേശുക്രിസ്തുവിൽ അസംഖ്യം ദൈവപുത്രന്മാരും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവവചനത്തിലെ സത്യങ്ങൾ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ, പ്രസംഗിക്കുകയാണെങ്കിൽ എത്രയും നല്ലതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിഷ്പക്ഷമായി സംസാരിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. നിഷ്പക്ഷമായിരിക്കണം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും മറ്റുള്ളവർ എന്തെങ്കിലും സഹായങ്ങളോ ആനുകൂല്യമോ പിടിച്ചു പറ്റിക്കൊണ്ടൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ഈ നിഷ്പക്ഷമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അധികം ആരും ഇങ്ങനെ പറയാൻ ധൈര്യം കാണിക്കാത്തതിൻ്റെ കാര്യം. എന്നാൽ ബൈബിൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇന്ന അധ്യായത്തിൽ ഇന്ന വാക്യങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതെന്ന് പറയാൻ നമ്മൾ എന്തിനു ഭയപ്പെടണം? ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ട് ഈ ഇന്നത്തെ പ്രബോധനം നമുക്ക് നിർത്താം. വീണ്ടും നമുക്ക് ദൈവപുത്രന്മാരെ കുറിച്ചുള്ള വിഷയങ്ങളിൽ നമുക്ക് വീണ്ടും പഠിക്കാം. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1:12. അപ്പം മനുഷ്യരായതുകൊണ്ട് അവർ ദൈവപുത്രന്മാരാകുന്നില്ല. കാരണം അതിനൊരു കാരണമുണ്ട്. ആദാം ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മൂക്ക് വിശ്വാസം ഊതി അവൻ ജീവനുള്ള ദൈവമായി തീർന്നു. അവൻ ദൈവം മകനായിരുന്നു ആദ്യം സൃഷ്ടിച്ചപ്പോൾ. പക്ഷേ ദൈവം പറഞ്ഞു അവനോട്, നീ ഈ ഏദൻ തോട്ടത്തിൽ നന്മയുടെ തിരിച്ചറിവിൻ്റെ ഒരു വൃക്ഷമുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നാൽ നീ മരിക്കും. എന്നാൽ ഈ ഒരു വൃക്ഷത്തിൻ്റെ ഫലം ഒഴികെ ബാക്കി സകലതും ഇഷ്ടം പോലെ തിന്നാം
എന്നാൽ ഈ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു. തിന്നാൽ നീ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൻ സർപ്പത്തിൻ്റെ ചതിപ്രയോഗത്താൽ വഞ്ചിക്കപ്പെട്ട് അവൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷം തിന്നു. അതിൻ്റെ ഫലമായി ദൈവം അവന് അവന് പകർന്ന ദൈവത്തിൻ്റെ ജീവൻ നഷ്ടമായി പോയി. പിന്നെ അവൻ ഈ ലോകത്തിലെ മറ്റു ജീവികളൊക്കെ ജീവിക്കുന്ന, മൃഗങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു ലോകത്തിൽ ഒരു ജീവനുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. ശരീരമുണ്ട്, പ്രാണനുമുണ്ട്, ആത്മാവില്ല. അപ്പോൾ ആത്മാവില്ലാത്ത മനുഷ്യനെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് എന്നാൽ ദൈവത്തിന് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ രൂപത്തിൽ സാദൃശ്യത്തിലൊക്കെ സൃഷ്ടിച്ചതുകൊണ്ട് മനുഷ്യൻ വീണുപോയ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവം തിരുമനസ്സായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആദിജാതനായ കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് പറഞ്ഞയച്ചു. കാരണം ക്രിസ്തു യേശുവിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അനേകം ദൈവപുത്രന്മാരുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പഠിച്ചു. ഇന്നലെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. യേശുക്രിസ്തുവിനെ പിതാവ് ജനിപ്പിക്കുമ്പോൾ ക്രിസ്തുവിൽ അസംഖ്യം ദൈവപുത്രന്മാരുണ്ടായിരുന്നു. നമുക്ക് അടുത്ത വാക്യത്തിൽ നമ്മൾ ഇനി ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സകലത്തിനും മുഖാന്തരം കാരണഭൂതനല്ല, കാരണഭൂതൻ പിതാവാണ്. മുഖാന്തരമായ യേശുക്രിസ്തുവിനെ തന്നെ, യേശുക്രിസ്തുവിൽ നിന്നാണ് ദൈവപുത്രന്മാരുണ്ടായത്. അതുകൊണ്ട് തന്നെ ദൈവപുത്രന്മാരുണ്ടാകാൻ കാരണക്കാരനായ യേശുവിനെ തന്നെ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു. ആ യേശുവിനെ നമ്മൾ സ്വീകരിക്കണം, നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ആ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. രക്ഷ യേശുക്രിസ്തുവിനോട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ പാപമോചനം നേടിത്തരാനായിട്ട് ലോകത്തിലേക്ക് വന്ന രക്ഷിതാവ് യേശുക്രിസ്തു ആയതുകൊണ്ടാണ്, ഇതിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ച് പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള വഴി. ഇതാണ് വഴി, സത്യം, ജീവൻ. ഇതെല്ലാം യേശുക്രിസ്തുവാണ്. അതിൻ്റെ യേശുക്രിസ്തുവിനെ ഒഴിവാക്കി ഒരു പ്രബോധനവും ഇല്ല. പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഒരു പ്രബോധനമില്ല. അതുകൊണ്ട് നമ്മളെപ്പോൾ സംസാരിച്ചാലും പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനം പറഞ്ഞു വേണം തുടങ്ങാൻ. ഈ ലേഖനങ്ങളുടെ എല്ലാം പ്രാരംഭത്തിൽ ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കാതിരിക്കുന്നതാണ്. ഇതെല്ലാം വചനത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് അങ്ങനെയല്ല, ഞാൻ സംസാരിച്ച് തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ട സാഹചര്യമൊന്നും ഇല്ലതാനും. അതുകൊണ്ട് പ്രിയമുള്ളവർ, സ്നേഹപൂർവ്വം ഈ വചനം ഹൃദയപൂർവ്വം ഏറ്റെടുക്കണം എന്ന് അപേക്ഷിക്കണം. നമുക്ക് ദൈവാനുരൂപരായി ദൈവസന്നിധിയിൽ നിത്യതയോളം സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ, ഒരു നന്മയ്ക്കും കുറവില്ലാതെ ഇതിനായി ദൈവപുത്രന്മാരായി ജീവിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഈ വചനങ്ങളെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാതെ ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ ഏവരെയും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ വചനങ്ങളെ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുന്നു. വീണ്ടും അടുത്ത വിഷയത്തിൽ, അടുത്ത പ്രബോധനത്തിൽ യേശുക്രിസ്തുവിലൂടെ ദൈവപുത്രന്മാർ ഉണ്ടാകുന്ന വചനവാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും പ്രബോധനം. വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.